അപ്പോഴേ നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ബോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വളരെ കുറച്ച് അക്സസറീസും വളരെ കുറച്ച് കാശ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് പോൾക്ക ഡോട്ടിൻ്റെ ഒരു ഹെയർ ബാൻഡും എടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നമ്മുടെ സാറ്റിൻ റിബൺ ഇല്ലേ, 1 ഇഞ്ച് നീളത്തിലുള്ളതാണ് കേട്ടോ ഇത്. ഇവ 1 ഇഞ്ച് നീളത്തിലുള്ള പോൾക്ക ഡോട്ടും നമ്മുടെ സാറ്റിൻ റിബണും. അത് ഞാൻ ഒരേ ലെങ്തിൽ, നമ്മൾ എത്ര ലെങ്താണോ എടുക്കുന്നത്, ഞാനിത് 35 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 35 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനത് ഇതുപോലെ അതിൻ്റെ 2 എഡ്ജും ഒരുപോലെ ആക്കിയിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇളകി വരും, അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡും ഇതുപോലെ ഞാൻ നന്നായിട്ട് ഒരേ ലെങ്തിൽ, ആ ലെങ്ത് കൂടെ കുറേ ചെയ്യരുത് കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മടക്കി അവർ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മടക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട്. അതിനുശേഷം ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഉപയോഗിച്ച് അതിനെ പിൻ ചെയ്തിട്ട് നമ്മുടെ ഹാൻഡിൽ നിന്ന് അങ്ങ് എടുത്താൽ മതി കേട്ടോ. കാരണം സാധാരണ നമ്മൾ 2 മടക്കാണ് കൊടുക്കാറ്, ഇന്ന് 3 മടക്ക് വന്നത്. അതുകൊണ്ടാണ് 3 ഫോൾഡിങ് വന്നതുകൊണ്ട്, 3 ഫോൾഡിങ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തത്. എന്നിട്ട് തന്നെ സെൻറ്ററിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ലൈൻ കിട്ടും. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ആ ഒരു ലൈൻ നോക്കി അങ്ങ് സെൻറ്റർ നോക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് തിക്നെസ് ഉണ്ടാവും, നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും മടക്കില്ലേ, പിന്നെ ഒറ്റ ലെയറല്ല, ഇത് 2 ലെയറാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പോൾക്ക ഡോട്ട് മാത്രം കൊടുക്കുമ്പോൾ ഇത്രത്തോളം ഒരു തിക്നെസ്സോ ഒരു ഭംഗിയോ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ സാറ്റിൻ റിബൺ കൂടെ കൊടുത്തത്. അപ്പോഴാണ് കുറച്ചുകൂടെ അത് എടുത്തു നിന്നത്. അവർ നന്നായിട്ട് ഇങ്ങനെ വിടർന്നൊക്കെ നിൽക്കുമ്പോൾ അതൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ബോ ചെയ്യൂലേ, അതുപോലെ ഒന്ന് വിടർത്തി അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കില്ലേ, അതുപോലെ ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ജസ്റ്റ് 2 മടക്ക് മടക്കിയാലും മതി, അല്ലെങ്കിൽ 2 സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ സൗകര്യം ഏതാണ് ആ സൗകര്യത്തിനനുസരിച്ച് അങ്ങ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളതിൽ ബാലൻസ് വരുന്ന തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വിടർത്തിയൊക്കെ നിർത്തണം കേട്ടോ. ചിലപ്പോൾ അതിങ്ങനെ 3 ഒരുമിച്ച് നിൽക്കും. അതൊന്ന് ജസ്റ്റ് മാറ്റിയെടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ ഇത് 7 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ. ഞാൻ ഇതുപോലെ 3 കട്ട് ചെയ്ത് പോയായിരുന്നു ആദ്യം. അത് ഞാൻ വീഡിയോ ആയില്ലായിരുന്നു. എന്നിട്ട് ഇത് നമ്മുടെ ചെറിയ സാറ്റിൻ റിബണില്ലേ, അതിനെ ഇതുപോലെ 2 എണ്ണം ഒരേ ലെങ്തിൽ മടക്കുക. ഇതുപോലെ 2 എണ്ണം ഒരേ ലെങ്തിൽ മടക്കിയെടുക്കുക. ഇനി അടുത്ത് സെൻറ്ററിൽ വരുന്നത് കുറച്ച് നീളം കൂട്ടി, 2 എഡ്ജിൽ വരുന്നത് ഒരേ ലെങ്തിലായിരിക്കണം. സെൻറ്ററിൽ വരുന്നത് കുറച്ച് നീളം കൂടുതലായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഒരു കുറച്ചുകൂടെ ഇങ്ങനെ ഇത് ഇപ്പോൾ ഗ്രോസ് ഗൺ റിബൺ ഒന്നുമല്ല, നമ്മൾ സാധാ സാറ്റിൻ റിബണാണ് കേട്ടോ. ഇനി ഈ വീതി കുറഞ്ഞതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വീതി കൂടിയതാണെങ്കിൽ ഇതുപോലെ ആ ഒരു ലെങ്തിൽ കട്ട് ചെയ്ത് സൈഡൊന്ന് എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ വീതി കുറഞ്ഞതില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത്, വീതിയുള്ളതിന് ഇതുപോലെ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡൊന്ന് എടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിക്ക് ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാനത് 3 ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കാരണം അതിൻ്റെ ബാക്കിൽ ഓരോന്നോരോന്നായിട്ട് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഇനി സെൻറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഒരു സാധാ റിബൺ നമ്മുടെ സാറ്റിൻ റിബൺ എടുത്ത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് മടക്കി 2 സൈഡ് എഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കിയിട്ട് ഒന്ന് ഉരുക്കി ഇനി ജസ്റ്റ് ഒന്ന് അതിനെ ഒട്ടിച്ചെടുക്കണം. സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതൊക്കെ ഒരു നല്ലൊരു, നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കസ്റ്റമൈസേഷനോ അല്ലെങ്കിൽ നമ്മൾ സെല്ലിംഗ് ആണെങ്കിലോ എപ്പോഴും നല്ല നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ സെൻറ്ററൊക്കെ കവർ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര വിലയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാനും കൊടുക്കുമ്പോഴും നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമുക്ക് എത്ര ചുറ്റ് വേണം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ട്, വൃത്തികേടില്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്തിട്ട് അവിടെ അവസാനം എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് നമ്മളെ ലൈറ്റർ വെച്ച് അങ്ങ് ഉരുക്കി ഒന്ന് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെ ഇതുപോലെ കൈ ശ്രദ്ധിക്കണം, നന്നായിട്ട് ഉരുകും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അതൊന്ന് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് ബാക്കിയെല്ലാം നമുക്കിനി ഓരോ 1 by 1 ആയിട്ട് നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിക്കുക, ബാക്കിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ. ആദ്യം ഞാനിത് ചെയ്തു. അതിൻ്റെ പുറകിലായിട്ട് അടുത്തത് ആ റിബൺ
ഒരു ടെയിൽ പോലെ, ലോങ് ടെയിൽ പോലെ കൊടുക്കുകയാണ് ബാക്കിൽ. ഇതിൻ്റെയൊക്കെ നീളം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നീളം കൂട്ടാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നീളം വേണമെങ്കിൽ നീളം കൂട്ടാം. ഇനി 3 എന്നുള്ളത് 4 അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഒരു പുറയിലേക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഇതെല്ലാം ഒന്ന് ബാക്കിലേക്ക് നന്നായിട്ടങ്ങ് പേസ്റ്റ് ചെയ്ത് നല്ല ഫിനിഷ്. അപ്പോൾ ഇനി അതൊന്നും ഇളകത്തില്ല, ഈ നമ്മൾ പുറയിൽ ഒട്ടിച്ചതൊന്നും ഇളകത്തില്ല, നന്നായിട്ട് സെറ്റായി അവിടെ അങ്ങ് ഇരുന്നോളും. ഓക്കെ, ഇനി എന്നിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബിഗിനേഴ്സിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി സെൻറ്ററിലേക്ക് നമുക്ക് ചെറിയ പാച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡോ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുക്കാം. ഞാൻ പറയില്ലേ, ഞാൻ ഈ കട്ട് ബീഡ്സ് ഒക്കെ കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ഒരുപാട് ചെയ്തു വയ്ക്കും. അപ്പോൾ നമുക്കിതുപോലെ ആവശ്യങ്ങൾക്ക് ഒരു ബോക്സിൽ ഇട്ടിങ്ങനെ വയ്ക്കുമ്പോൾ ഇതുപോലെ ഉപയോഗിക്കാം. ഒരു കട്ട് ബീഡ്സിന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റോൺ ചെയിൻ കവർ ചെയ്തെടുത്തതാണ്. ഇത് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞാനിത് കൊടുത്തപ്പോൾ അവർക്ക് ഒരു കസ്റ്റമൈസേഷൻ ആയിരുന്നു കേട്ടോ 2 പീസിൻ്റെ. അപ്പോൾ ഞാനിത് കൊടുത്തപ്പോൾ അവർക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് കിടക്കുന്ന കണ്ട്. അപ്പോൾ അവർക്കൊരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെയാണ് അവസാനം കൊടുക്കാൻ സമയത്തിനാണ് ഈ ഹാങ്ങിങ് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒരു ലെയർ ബീഡ്സ് ഇങ്ങനെ ഞാൻ കോർത്തെടുത്തു, വൈറ്റ് ബീഡ്സ് ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതിൻ്റെ 2 എഡ്ജിലും 2 ബട്ടർഫ്ലൈ വെച്ച് ഒരുമിച്ച് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഒന്ന് എടുത്തിട്ട് അതിൽ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മുടെ B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് നമ്മളെ ബീഡില്ലേ, ബീഡിൻ്റെ ഒരു സൈഡിലെ ത്രെഡ് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചു. കാരണം പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞതൊന്നും ഒരു ഹാങ്ങിങ് കൂടെ ഇട്ട് തരുമോയെന്ന്. പെട്ടെന്ന് വന്ന ഐഡിയയിലൊക്കെ ചെയ്തതാണ്. എന്നിട്ട് ആ എഡ്ജിലേക്ക് ഒരു ബട്ടർഫ്ലൈ, അടുത്ത ബട്ടർഫ്ലൈയും വെച്ച് അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ അതിങ്ങനെ ഇളകി വരത്തില്ല, നല്ല ഭംഗിക്ക് നിൽക്കും. നമുക്കിത് സെയിം മെറൂൺ കളർ വേണമെങ്കിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ മെറൂൺ കളർ ഇല്ലായിരുന്നു കേട്ടോ. വൈറ്റ് പക്ഷേ ചേരുന്ന വേണ്ടായിരുന്നു, കാരണം പോൾക്കാ ഡോട്ടിൽ ആ വൈറ്റ് കളറാണല്ലോ, അതുകൊണ്ടാണ് വൈറ്റ് കൊടുത്തത്. എന്നിട്ട് അടുത്ത എഡ്ജിലേക്ക് എന്ത് ചെയ്യുക, അടുത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് എന്ത് ചെയ്തു, എഡ്ജ് അവിടെ അങ്ങ് വെച്ച് ഫിക്സ് ചെയ്തു. എന്നിട്ട് തീരെ ടൈറ്റ് ആക്കിയിട്ടല്ല ഞാൻ ഈ ബീഡ്സിന് 2 എഡ്ജും കവർ ചെയ്യുന്നത് കേട്ടോ. സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം എന്ത് ചെയ്യുക, സെൻറ്ററിലേക്ക് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ അതങ്ങ് പേസ്റ്റ് ആയിക്കോളും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ഞാനവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഞാനവിടെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തത്. നോക്കി, ആ ഹാങ്ങിങ് കൂടെയൊക്കെ വന്നപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ